ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക് പോയാൽ എറണാകുളം കൂത്താട്ടുകുളത്ത് സ്കൂൾ ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടമുണ്ടായി എന്ന വാർത്ത വരുന്നു. 12 കുട്ടികൾക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. അർജുൻ മട്ടന്നൂരാണ് ചേരുന്നത്. അർജുൻ, ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം 2 ബസ്സുകൾ കൂട്ടിയിടിച്ചിരിക്കുകയാണ്, സ്കൂൾ ബസ്സുകൾ. എന്താണ് സംഭവിച്ചത്? ഇവരുടെ ആരോഗ്യനില എങ്ങനെയുണ്ട്? കൂത്താട്ടുകുളം ഇലഞ്ഞിയിൽ 2 സ്കൂളുകളുടെ സ്കൂൾ ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ചത്. ഇലഞ്ഞി സെന്റ് ഫിലോമിന സ്കൂളിന്റെയും അതോടൊപ്പം തന്നെ ഞീഴൂരിലെ സെന്റ് കുര്യാക്കോസ് സ്കൂളിന്റെയും സ്കൂൾ ബസ്സുകൾ തമ്മിലാണ് കൂട്ടിയിടിച്ചത്. 2 ബസ്സിലും നിറയെ കുട്ടികളുണ്ടായിരുന്നു. എന്നാൽ ഗുരുതരമായി ആർക്കും തന്നെ പരിക്കേറ്റിട്ടില്ല എന്നാണ് പ്രാഥമികമായ വിവരം. ഏതാണ്ട് 12 വിദ്യാർത്ഥികൾക്ക് നിസ്സാര പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. അവരെ തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. 2 സ്കൂൾ ബസ്സുകളുടെയും ദൃശ്യങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വലിയ ആഘാതത്തോടുള്ള ഇടിയാണ് ഉണ്ടായിരിക്കുന്നത്. അത്തരമൊരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഗുരുതരമായ പരിക്കുകൾ ആർക്കും തന്നെ ഇല്ലാതിരുന്നത്. മാത്രവുമല്ല, വലിയ ജനവാസ മേഖലയിൽ, അതായത് പഞ്ചായത്ത് ഓഫീസ് അടക്കം പ്രവർത്തിക്കുന്ന ഒരു സ്ഥലത്തിനോട് ചേർന്നാണ് അപകടമുണ്ടായത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനം നടത്താനും കഴിഞ്ഞു. ജനപ്രതിനിധികളും മറ്റും ഉടൻ തന്നെ അങ്ങോട്ടേക്ക് എത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ വിദ്യാർത്ഥികളെ തൊട്ടടുത്തുള്ള ആശുപത്രികളിലേക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. 2 ബസ്സുകളുടെയും ഡ്രൈവർമാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 2 പേരുടെയും കാലിനാണ് പരിക്കേറ്റത് എന്നതാണ് പ്രാഥമികമായ വിവരം. എങ്ങനെയാണ് അപകടം ഉണ്ടായത് എന്ന കാര്യം വ്യക്തമല്ല. അധ്യാപകരടക്കം ഈ സ്കൂൾ ബസ്സിൽ ഉണ്ടായിരുന്നു. എന്തായാലും നിലവിൽ ഈ 12 കുട്ടികൾക്കാണ് നിസ്സാര പരിക്കുകൾ ഏറ്റിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ രക്ഷാപ്രവർത്തനം പൂർണ്ണമായും അവസാനിച്ചിട്ടുണ്ട്. ശരി, അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്.